എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മുട്ടിക്കുളങ്ങരയാണ്. നമുക്കറിയാം മുട്ടിക്കുളങ്ങര എണ്ണ വളരെ പ്രശസ്തമാണ്. മുട്ടിക്കുളങ്ങര എണ്ണ അപ്പോൾ അത് വിൽക്കുന്ന ഒരു ഭാസ്കരൻ വൈദ്യശാലയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഭാസ്കരൻ വൈദ്യരുടെ മകനാണ്. ഭാസ്കരൻ വൈദ്യർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ലക്ഷ്മികാന്തനാണ്. അപ്പോൾ ചേട്ടനോട് നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇദ്ദേഹത്തിൻ്റെ വില എഴുതിയിട്ടുണ്ട്, പത്ര കട്ടിങ്സ് വാർത്ത വന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് അവർ സ്റ്റോർ റൂം വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് എണ്ണയൊക്കെ സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വൈദ്യശാലയും കൂടിയാണ്. അപ്പോൾ ചികിത്സാലയം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ എണ്ണ നിർമ്മിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി അതിലാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ ഇതിനായിട്ടൊരു പ്രത്യേക ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ അടുപ്പിൽ വലിയൊരു പാത്രത്തിലാണ് 7 ടിൻ എണ്ണയാണ് ഒരു തവണ അവർ കാച്ചിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നിരവധി ഔഷധക്കൂട്ടുകൾ ചേർന്നതാണ് മുട്ടിക്കുളങ്ങര എണ്ണ. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം വളരെ പ്രശസ്തമാണ്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച്, അങ്ങാടി മരുന്നുകളൊക്കെ ശേഖരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടോ, പച്ചമരുന്നുകൾ ഇടിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനായിട്ടൊരു മെഷീനൊക്കെ ഉണ്ട് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. അപ്പൊ നമ്മള് മുട്ടിക്കുളങ്ങര എണ്ണ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ അതിന്റെ വിൽപ്പന കേന്ദ്രമാണ് ഇത്. ഈ സ്ഥലം മുട്ടിക്കുളങ്ങര. ഇതിന്റെ ഉത്ഭവം ഇവിടെ തന്നെയാണ് മുട്ടിക്കുളങ്ങര. ഇത് ഏകദേശം എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഇത് സുമാർ ഒരു 10-300 വർഷത്തെ പഴക്കം പാരമ്പര്യത്തില്. 300 കൊല്ലത്തെ പാരമ്പര്യം. ഞാനിപ്പോ വന്നിട്ട് 5ാമത്തെ തലമുറ. അല്ലെ? അപ്പൊ അച്ഛനും അച്ഛന്റെ അച്ഛനും? അതെ, മുത്തച്ഛന്റെ മുത്തച്ഛനായിട്ട് വേലാണ്ടി വൈദ്യർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ആദ്യം തുടങ്ങിയതാണ്. വേലാണ്ടി വൈദ്യർ തുടങ്ങിയതെന്നുള്ളതാണ്. ഇത് ഞങ്ങൾക്കത് ഇതില്ല. ഞങ്ങൾ മുത്തച്ഛനായിട്ട് ഞാനിവിടെ ഉണ്ട്. ഇത് ഒടിവ്, ചതവ്, ഉളുക്ക്, വേദന, ഫ്രാക്ചർ ആണെങ്കിലും ഞങ്ങൾ ഈ കമ്പ് വെച്ച് കെട്ട് 21 ദിവസം കൊണ്ട് ഫ്രാക്ചർ കൂടി കിട്ടും. അതെ, നമ്മുടെ ബോഡി പെയിന്, എല്ല് തേയ്മാനത്തിന്റെ വേദനയ്ക്ക് ആണെങ്കിലും ഇത് തന്നെ. ഇതില് നമുക്ക് എന്താ പറയാ, ഇതിന്റെ നാടൻ പച്ചമരുന്നുകളൊക്കെ അല്ല. 300 കൊല്ലം പഴക്കമുള്ള ഒരു ഇതെന്ന് പറയുമ്പോ ആ മരുന്നുകളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോഴും അത്ര സുലഭമല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തെരഞ്ഞു കൊണ്ടുവരണം. സാധനം കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങാടി മരുന്നുകളും വേണ്ട. അങ്ങാടി മരുന്ന് 10-17 കൂട്ട് അങ്ങാടി മരുന്ന് വരുന്നുണ്ട് ഇതില്. അത് പിന്നെ ഒന്നിച്ച് വാങ്ങിയിട്ട് ഒരു 3 മാസം ഒരിക്കല് അത് വാങ്ങി പൊടിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഔഷധ ചെടികളൊക്കെ അല്ല, ഇത് പിന്നെ ചെടികളും ഇതൊന്നും ഇതിലേക്ക് പ്രാബല്യത്തിൽ വരില്ല. എന്ന് വെച്ചാൽ അത് നമ്മൾ നട്ട് നനച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇത് നമ്മൾ ഫോറസ്റ്റ് ഏരിയ നിന്നാണ് ശേഖരിക്കുന്നത്. അതെ, അത് നമ്മള് ഈ ഒരു സാധനം ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ നമ്മള് വണ്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നിർത്തി അതിനെ ശേഖരിച്ച് എല്ലാത്തിനും ഒരു പാകമുണ്ട്. അതിനനുസരിച്ച് കുറച്ച് കൂടുതലുള്ള മരുന്ന് അതുണ്ട്. അപ്പൊ അങ്ങനെ ശേഖരിച്ചിട്ട് ലക്ഷ്മികാന്ത്. എല്ലാവരും വീട്ടിലാണ് കാച്ച. അതെ, ഏകദേശം ഒരു മന്ത്ലിയൊക്കെ എടുക്കുമ്പോ അത്യാവശ്യം നമുക്ക് സെയിൽ നടക്കാറുണ്ടോ? ഇവിടെ ഷോപ്പ് സെയിലാണോ? ഇവിടെ വന്ന് വാങ്ങിക്കുന്നതാണ് മെയിനായിട്ട്. പിന്നെ ഓൺലൈനിൽ പോകും. പിന്നെ ഓൺലൈൻ അല്ല, ഞങ്ങൾ ഈ പാർസലായിട്ട് കൊറിയർ സർവീസുകാരായിട്ട് അല്ല, പോസ്റ്റിലായിരുന്നു നേരത്തെ. ഇപ്പൊ അവരെ എടുക്കണില്ല. അപ്പം പിന്നെ കൊറിയർ സർവീസിൽ അയച്ചോളൂ. അതിപ്പോ ഡൽഹി വരയ്ക്കും പോകുന്നു. അല്ല, നമ്മൾ മലയാളീസ് ആണെങ്കിൽ അറിയാം. എന്റെ തന്നെ ഒരു മകളെ കൊടുത്ത മരുമോന്റെ പെങ്ങള് ദുബായില് പിന്നെ കാല് ഫ്രാക്ചർ ആയിട്ട് ആ കുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി പാലക്കാട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ബോധം വരുന്നത്. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അവർക്ക് കൊടുത്ത് ആള് അയച്ചു വിട്ട് കുട്ടി ഓപ്പറേഷൻ കേസായിരുന്നു പറഞ്ഞത്. അനുഭവങ്ങളുണ്ട്. അല്ല, പാരമ്പര്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാര് തലമുറ കൈമാറി ഇത്രയും കാലം 3 നൂറ്റാണ്ടൊക്കെ. പിന്നെ ഞങ്ങളത് ഈ ബിസിനസ് മെന്റാലിറ്റിയിൽ ചെയ്യുന്നില്ല.
ഇപ്പൊ എങ്ങനെയാ അതിന്റെ റേറ്റ്? ഇതിപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു 400 റുപ്യയില് 1 ലിറ്ററിന് വില വരും. അതെ. ഇത് പിന്നെ 500 റുപ്യ നമ്മളിവിടെ കൊടുക്കും. പ്രോസസ് എങ്ങനെയാണ്? എത്ര ദിവസമാണ് ഇത്? എങ്ങനെയാണ് ഇതിന് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ല. ഇത് ഉണ്ടാക്കുന്നത് അതായത് മരുന്ന് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിലാണോ അതെ അതെ അരച്ചെടുക്കുന്നത്? അല്ല, അത് മെഷീനിലിട്ട് പൊടിക്കും. നേരത്തെയൊക്കെ നമ്മൾ ഇടിക്കലായിരുന്നു, ഇപ്പൊ അത് മാറി. ഇതിപ്പോ സെയില് കൂടിയപ്പോൾ അതൊക്കെ മാറി. അപ്പം നമ്മളിപ്പം മെഷീൻ വെച്ചിട്ട് അതിനെ പൊടിച്ചെടുത്ത് അതിലിടും. പിന്നെ എണ്ണ പാകാവുന്ന സമയത്ത് അത് ഇതിപ്പോ ഒരു ഞാനിപ്പോ അവിടെ ചെയ്യുന്നത് ഒരു 7 ടിന്നാണ് ഒന്നിച്ച് ചെയ്യും. അത് എങ്ങനെയായാലും ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂറാവും ഒരു പ്രാവശ്യം തിളച്ച് പാകമായിട്ട് വരാൻ. 4.5-5 മണിക്കൂറിനടുത്ത് വരും. അത് വിറകടുപ്പാണോ? അതെ, വിറകടുപ്പ്. വിറകെ പറ്റുമോ? അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെയില്ല. ഇത് നല്ലോണം കത്തിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ നമ്മള് അതിനനുസരിച്ചിട്ടുള്ള അടുപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളിങ്ങനെ വിറകാണെങ്കിലും ഈ തേങ്ങയുടെ ചകിരിയാണെങ്കിലും വേറെ വല്ല ഇപ്പോ ഇതിന്റെ ആചാരപ്രകാരം അങ്ങനെ വിധികളൊന്നും ഇല്ലല്ലോ? അതായത് ഇന്ന പോലെ ചെയ്യാ, കാലത്ത് ചെയ്യാ, അങ്ങനെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. അത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഓ, അതൊന്നും പ്രശ്നം. പിന്നെ മുടിയുടെ മുടിയുടെ അത് ഹെയർ ഓയിലാണ്. അത് താരൻ. അതിപ്പോ അടുത്ത കാലത്താണ് അത് തുടങ്ങിയത്. പാരമ്പര്യമായിട്ട് വൈദ്യന്മാർ. അതെ. ഞങ്ങള് ആദ്യം ഒരു കർഷക കുടുംബമാണ് ഞങ്ങൾ. ഈ നെൽകൃഷിയാണ്. അവിടെ ഈ കാള ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മത്സ്യം കിട്ടിയിരുന്നു. അതാണ് ഇതിന്റെ ഐതിഹ്യം. മത്സ്യം കിട്ടിയിരുന്നു. അതിനെ മുറിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് അത് ഇലകളൊക്കെ വെച്ച് ഇതാക്കിയപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോഴേക്കും അത് ഒട്ടി എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അത് ആയി എന്നുള്ളതാണ് ഐതിഹ്യം. പക്ഷെ ഇതില് ഈ 17 കൂട്ട് ആയുർവേദ മരുന്ന് എങ്ങനെ വന്നു എന്നുള്ളതിന് നമുക്ക് മറുപടി അറിയാൻ കഴിയില്ല. ഇവിടെ എങ്ങനെ വരും? ചികിത്സ അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരുമുന്നതിന് അങ്ങനെ പ്രത്യേക ഫീസോ അങ്ങനെയൊന്നും വാങ്ങിക്കില്ല. മരുന്നിന്റെ പൈസ മാത്രമേ വാങ്ങിക്കൂ. അതെ അതെ. ഇവിടെ വളരെ സന്തോഷം. അപ്പോ ഇതാണ് മുട്ടിക്കുളങ്ങര എണ്ണയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിന്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ ഉള്ള ഒരുപാട് വർഷങ്ങളുടെ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുള്ള ഒരു ആയുർവേദ മരുന്നാണ്. അപ്പോ അദ്ദേഹത്തെ കാണേണ്ടവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ വിളിക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു പാട്ടാനിക്ക് പോകുന്ന കിട്ടിയ ഒരു വീഡിയോ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും